ഉമ്മൻചാണ്ടിയുടെ സത്യസന്ധതയും ഉമ്മൻചാണ്ടിയുടെ പ്രവർത്തന ശൈലിയും ചോദ്യം ചെയ്യാൻ ശ്രീ ഗണേശ് ശ്രമിച്ചാൽ ജനങ്ങൾ അത് പുച്ഛത്തോടുകൂടി തള്ളിക്കളയും. കേരളത്തിലെ ജനങ്ങൾക്ക് ഉമ്മൻചാണ്ടി അറിയാം. മരിച്ചാലും ജനങ്ങളുടെ മനസ്സിൽ ജീവിച്ചിരിക്കുന്ന ഒരു ആവേശമാണ് ഉമ്മൻചാണ്ടി. കെ.ബി. ഗണേഷ് കുമാർ പറയപ്പെടുന്നത് അദ്ദേഹത്തിന്റെ കുടുംബത്തെ തകർത്തത് പോലും ഈ നിങ്ങൾ ആ വിഷയം വിട്. ആ വിഷയത്തിന് എന്താ അത്ര താല്പര്യം? നിങ്ങൾക്ക് എന്താ താല്പര്യം? കെ.ബി. ഗണേഷ് കുമാർ എന്തെങ്കിലും വിളിച്ചു പറഞ്ഞാൽ അതിന്റെ പിന്നാലെ പോകാനാണോ കേരളീയ സമൂഹം തയ്യാറാവുന്നത്? കോൺഗ്രസ് രാഷ്ട്രീയത്തിന്റെ മോൾത്തട്ടിൽ നിന്ന് പ്രവർത്തിക്കുന്ന എല്ലാവർക്കും അവരുടേതായ വ്യക്തിത്വമുള്ളവരാണ്, അവരുടേതായ പാരമ്പര്യമുള്ളവരാണ്, അവരുടേതായ കൂട്ടുകെട്ടുള്ളവരാണ്, അവരുടേതായ സുഹൃത്പരമുള്ളവരാണ്. അങ്ങനെ ഏതെങ്കിലും ഒരു വ്യക്തി വന്ന് വിഴുങ്ങിപ്പോകുന്നതല്ല കേരളത്തിലെ കോൺഗ്രസിലെ ഒരു നേതാവ്. ഷാഫി പറമ്പിലും അതുപോലെ കെ സുധാകരനും മത്സരിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറയുമ്പോൾ അതോടൊപ്പം തന്നെ വരുന്ന വാർത്തകൾ ജനങ്ങളുടെ കോൺഗ്രസ് പാർട്ടി അത് തീരുമാനിച്ചിട്ടില്ലല്ലോ. കോൺഗ്രസിന്റെ ഒരു വേദികളിൽ ഈ പറയുന്ന വ്യക്തികൾ അവരുടെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. പിണറായി വിജയന്റേതാണ് വിഴിഞ്ഞം പദ്ധതി എന്ന് LDF പറഞ്ഞു വെക്കുമ്പോൾ പോലും ഉമ്മൻചാണ്ടിയെ ഓർക്കാതെ പോകുന്ന ആരുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വിഴിഞ്ഞം പദ്ധതിക്ക് ഒരു പിതാവ് ഉണ്ടെങ്കിൽ ആ പിതാവ് സാക്ഷാൽ ഉമ്മൻചാണ്ടിയാണ്. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നേഷൻ ഫെസ്റ്റിൽ നമ്മളോടൊപ്പം അതിഥിയായിട്ടുള്ളത് ബഹുമാനപ്പെട്ട MP ബെന്നി ബെഹനാനാണ്. നമസ്കാരം സർ. ഇന്നത്തെ രാഷ്ട്രീയ കേരളത്തിൽ ഇപ്പോൾ സമകാലികമായി ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് നമ്മുടെ ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാറും ചാണ്ടി ഉമ്മനും തമ്മിലുള്ള ഒരു വാക്പോരാണ്. ഈ ഒരു ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് നടന്നിട്ടുള്ള അദ്ദേഹത്തിന്റെ ഒരു ഭരണകാലത്തെ കൂടുതൽ വിമർശിച്ചുകൊണ്ട് കെ.ബി. ഗണേഷ് കുമാർ രംഗത്ത് വരുമ്പോൾ അന്ന് മന്ത്രിയായിരുന്ന പലരും ഇന്ന് നിശബ്ദരായി തുടരുന്നത് എന്തുകൊണ്ടായിരിക്കും? ഒരർത്ഥത്തിൽ യഥാർത്ഥത്തിൽ ഉമ്മൻചാണ്ടിയേക്കാൾ സത്യസന്ധനാണ് കെ.ബി. ഗണേഷ് കുമാർ എന്നുള്ളത് കൊണ്ടാണ്. കേരളത്തിൽ നിന്ന് വലിയൊരു ചർച്ചാ വിഷയമല്ല അത്. ആ ചർച്ചാ വിഷയമല്ലാതാകാൻ കാരണം ആളുകൾക്ക് ഉമ്മൻചാണ്ടി അറിയാം, ആൾക്ക് ഗണേഷ് കുമാറിനെ അറിയാം. ഉമ്മൻചാണ്ടിയുടെ സത്യസന്ധതയും ഉമ്മൻചാണ്ടിയുടെ പ്രവർത്തന ശൈലിയും ചോദ്യം ചെയ്യാൻ ശ്രീ ഗണേശ് ശ്രമിച്ചാൽ ജനങ്ങൾ അത് പുച്ഛത്തോടുകൂടി തള്ളിക്കളയും. അതുകൊണ്ടാണ് അത് ആരും ഏറ്റെടുക്കാത്തത്. നമുക്കൊരു ഗൗരവമായ ഒരു കാര്യം പറഞ്ഞാൽ മാത്രം ഏറ്റെടുത്താൽ മതിയല്ലോ. കാരണം ശ്രീ ഗണേശ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തികച്ചും തെറ്റാണ്. ഉമ്മൻചാണ്ടിയെപ്പോലെ എല്ലാ കാലഘട്ടത്തിലും ജനങ്ങളെ യോജിപ്പിച്ചും സമന്വയിപ്പിച്ചും മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നൊരു വ്യക്തി. മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ മന്ത്രിമാരെ എല്ലാം ഒരുമിച്ച് നിർത്തി മന്ത്രിമാർക്കെതിരെ ഉയർന്നു വരുന്ന ആക്ഷേപങ്ങൾ പോലും അതിനുപോലും ഒരു വിവാദമാക്കാൻ അവസരം കൊടുക്കാതെ അവരെ ചേർത്ത് പിടിച്ച ബഹുമാനായ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ ഉമ്മൻചാണ്ടിക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള അടിസ്ഥാനരഹിതമായ ആക്ഷേപങ്ങൾ ആരുടെ ഭാഗത്തുണ്ടായാലും കേരളീയ ജനത അത് പുച്ഛിച്ച് തള്ളും. കേരളത്തിലെ ജനങ്ങൾക്ക് ഉമ്മൻചാണ്ടി അറിയാം. മരിച്ചാലും ജനങ്ങളുടെ മനസ്സിൽ ജീവിച്ചിരിക്കുന്ന ഒരു ആവേശമാണ് ഉമ്മൻചാണ്ടി. അതിനെതിരെ ആര് പറഞ്ഞാലും അത് ഗൗരവത്തിലെടുക്കേണ്ട കാര്യമില്ല. അത് നിങ്ങൾ ചോദിച്ച പോലെ ഉമ്മൻചാണ്ടിയേക്കാൾ കൂടുതൽ വിശ്വസനീയത ഗണേഷ് കുമാറിനുള്ള ചോദ്യം അപ്രസക്തമാണ്. അത്തരം ചോദ്യങ്ങൾ പോലും നിങ്ങൾ ചോദിക്കുന്നുള്ള പ്രകാരം അതൊന്നും യാഥാർത്ഥ്യമല്ല. അത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്നത് പോലും അടിസ്ഥാനരഹിതമായിട്ട് അല്ലെങ്കിൽ തെറ്റാണ്. അതെ, തീർച്ചയായിട്ടും. പക്ഷേ ഇപ്പോൾ കെ.ബി. ഗണേഷ് കുമാർ പറയപ്പെടുന്നത് അദ്ദേഹത്തിന്റെ കുടുംബത്തെ തകർത്തത് പോലും ഈ നിങ്ങൾ ആ വിഷയം വിട്. ആ വിഷയത്തിന് എന്താ അത്ര താല്പര്യം? നിങ്ങൾക്ക് എന്താ താല്പര്യം? കെ.ബി. ഗണേഷ് കുമാർ എന്തെങ്കിലും വിളിച്ചു പറഞ്ഞാൽ അതിന്റെ പിന്നാലെ പോകാനാണോ കേരളീയ സമൂഹം തയ്യാറാകുന്നത്? അതിന്റെ പിന്നാലെ പോകാനാണോ കോൺഗ്രസ് പാർട്ടി തയ്യാറാകുന്നത്? ഉമ്മൻചാണ്ടി എവിടെ, കെ.ബി. ഗണേഷ് കുമാർ എവിടെ? ആ വിഷയം നിങ്ങൾ വിട്. നിങ്ങൾക്ക് വേറെ എത്രയോ കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. ഇതൊന്നും കേരള രാഷ്ട്രീയത്തിൽ നിങ്ങൾ ചോദിച്ചതുപോലെ കേരള രാഷ്ട്രീയത്തിലെ സജീവ ചർച്ചാ വിഷയമൊന്നുമല്ല ഇത്. ഇതൊക്കെ ആളുകൾ തമസ്കരിച്ചിരിക്കുന്ന, ശ്രദ്ധിക്കാതെ പോകുന്ന, ചവറ്റുകൊട്ടയിലേക്ക് ഇടുന്ന ആക്ഷേപങ്ങളാണത്. ഇതിനെക്കുറിച്ചൊന്നും ആർക്കും ഒരു വേവലാതിയോ സംശയമോ ഒന്നുമില്ല. അതെ, തീർച്ചയായിട്ടും. ഇപ്പോൾ ആ വിഷയത്തിൽ നമുക്ക് മാറാം. കേരളത്തിൽ യഥാർത്ഥത്തിൽ കോൺഗ്രസിന് A ഗ്രൂപ്പും I ഗ്രൂപ്പുമായിരുന്നു ഏറ്റവും കൂടുതലായി മുന്നോട്ട് നയിച്ചുകൊണ്ടിരുന്ന ശക്തി കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോൾ ചില നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ ചെറിയ ചെറിയ കുറേ ഗ്രൂപ്പുകൾ കോൺഗ്രസിനകത്ത് വന്നിട്ടുണ്ടെന്നാണ് യാഥാർത്ഥ്യം. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ A ഗ്രൂപ്പിന്റെ ലീഡറായിരുന്ന അല്ലെങ്കിൽ ലീഡറായി തുടരുന്ന ബെന്നി ബെഹനാൻ സാറിന്റെ അഭിപ്രായത്തിൽ ഇന്ന് A ഗ്രൂപ്പ് അത്രത്തോളം ശക്തമാണോ? ശക്തമായൊരു കേന്ദ്രം തന്നെയാണോ? നമുക്കറിയാം, കേരള രാഷ്ട്രീയത്തിൽ, കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ പണ്ട് പല സംവിധാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം ആ കാലഘട്ടത്തിന് അനിവാര്യമായി വന്ന ചില സാഹചര്യങ്ങളാണ്. അന്ന് ശ്രീ ആന്റണി നേതൃത്വം കൊടുത്ത ഒരു വിഭാഗം, ആന്റണിയുമായി ആത്മബന്ധമുള്ള KSUവിലൂടെ യൂത്ത് കോൺഗ്രസിലൂടെ കടന്നു വന്ന് വളരെയധികം വൈകാരികമായി ബന്ധപ്പെട്ട് നിന്ന ഒരു സമൂഹം, ഒരു കോൺഗ്രസിലെ ഉന്നതരായ ഒട്ടേറെ നേതാക്കന്മാർ അന്ന് ശ്രീ ആന്റണിയോടൊപ്പം കേരള രാഷ്ട്രീയത്തിൻ്റെ നേതൃത്വം നിലനിന്നുകൊണ്ട് രാഷ്ട്രീയത്തെ കൈകാര്യം ചെയ്യാനും രാഷ്ട്രീയത്തെ വിലയിരുത്താനും തീരുമാനിച്ചു. അപ്പുറത്ത് ബഹുമാനായ ശ്രീ കെ കരുണൻ, അദ്ദേഹത്തിന് ഒട്ടേറെ അനുഭവങ്ങളുണ്ട്.
അദ്ദേഹത്തിൻ്റെ ഇഷ്ടപ്പെടുകയും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തെ കുറിച്ച് വളരെ വിശ്വസിക്കുകയും ചെയ്ത ഒരു പറ്റം സുഹൃത്തുക്കൾ അദ്ദേഹത്തോടൊപ്പം നിന്നു. അതൊരു ഒരു 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 ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ മാത്രമല്ല, അത് വ്യക്തിപരമായ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉരുത്തിരിഞ്ഞു വരുന്ന ഒരു രാഷ്ട്രീയ കൂട്ടുകെട്ടാണ്. ആ കൂട്ടുകെട്ടിന് അതിൻ്റേതായ തലത്തിലുള്ള മാന്യതയും അതിൻ്റേതായ തലത്തിലുള്ള ആത്മാർത്ഥതയും ഉണ്ടായി. അതിനുശേഷം കേരളത്തിലെ കോൺഗ്രസ്സിലുണ്ടായ പല പല സംഭവവികാസങ്ങളും രാഷ്ട്രീയ പ്രവർത്തനത്തിലും രാഷ്ട്രീയ ശൈലിയും ഉണ്ടായ മാറ്റങ്ങൾ, അത്തരമൊരു ചേരിതിരിവ് നിലനിർത്തിക്കൊണ്ടു പോകണം എന്ന ആഗ്രഹം ശ്രീ ആൻ്റണിക്കും ഉണ്ടായിരുന്നില്ല, ബഹുമാനായ ശ്രീ കരുണാകരൻ്റെ അവസാന നാളുകൾ ഉണ്ടായിരുന്നില്ല. പിന്നീട് ഇപ്പോഴും ഞാൻ പറയുന്ന ഗ്രൂപ്പല്ല, വ്യക്തികൾ തമ്മിലുള്ള വ്യക്തിബന്ധങ്ങളുണ്ട്. അതിനെ ഗ്രൂപ്പായി നിർവചിച്ചിട്ട് കാര്യമില്ല. ഞങ്ങൾക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെയൊക്കെ രാഷ്ട്രീയ ജീവിതം തുടങ്ങിയത് 1968 കാലഘട്ടത്തിൽ തുടങ്ങിയതാണ്. 68 മുതൽ സഹപ്രവർത്തകരായിരുന്ന ആളുകൾ, സുഖത്തിലും ദുഃഖത്തിലും പങ്കുചേർന്ന ആളുകൾ, രാഷ്ട്രീയ പ്രതിസന്ധിയിലും വ്യക്തിപരമായ പ്രതിസന്ധിയിലും സമൂഹം നേരിടുന്ന പ്രശ്നങ്ങളിലുമൊക്കെ ഒരുമിച്ച് കൂട്ടായിരുന്ന ആളുകൾ തമ്മിലുള്ള ഒരു ബന്ധമുണ്ട്. ആ ബന്ധം ഗ്രൂപ്പിൻ്റെ അടിസ്ഥാനത്തിലുള്ള ബന്ധമല്ല. ആ ബന്ധം വ്യക്തിപരമായ ബന്ധം, സുഖത്വലയത്തിലുണ്ടാകുന്ന ആത്മാർത്ഥത, പ്രശ്നങ്ങളെ കാണുന്നതിലുള്ള വീക്ഷണം, ഇതിലൊക്കെ രൂപപ്പെട്ടിരിക്കുന്ന ഒരു ഏകോപനമാണ്. ആ ഏകോപനത്തെ ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പം കോൺഗ്രസിനകത്ത് നമുക്കറിയാം ഒട്ടേറെ നേതാക്കന്മാരുണ്ട്. സ്വാഭാവികമായ ആ നേതാക്കന്മാരെയൊക്കെ ചുറ്റിപ്പറ്റി കുറേ ആളുകളുണ്ടാകും. അത് ഒരു ഗ്രൂപ്പാണോ എന്ന് ചോദിച്ചിട്ട് എനിക്കറിയില്ല. പക്ഷേ ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നു, കഴിഞ്ഞ കുറേ നാളുകളായി ശ്രീ ആൻ്റണിയോടൊപ്പം നിന്ന അല്ലെങ്കിൽ ശ്രീ ഉമ്മൻചാണ്ടിയോടൊപ്പം നിന്ന് വൈകാരികമായി ബന്ധത്തിൽ നിന്ന ആളുകൾ ഇപ്പോഴും ഉണ്ട്. അവരിപ്പോഴും ശക്തരാണ്. അവരെ ശക്തി കാണിക്കുന്നത് ഏതെങ്കിലും പാർട്ടി തലത്തിൽ പോയി ശക്തി കാണിക്കില്ല. ആ ബന്ധത്തിൻ്റെ ദൃഢത ഇപ്പോഴുണ്ട്. ആ ബന്ധത്തിൻ്റെ ദൃഢത ആർക്കും തകർക്കാൻ പറ്റാത്തതാണ്. അതെ, പക്ഷേ ചില കോണുകളിൽ നിന്നെങ്കിലും ഉയരുന്ന ആക്ഷേപം അല്ലെങ്കിൽ ഒരു ആരോപണം എന്ന് പറയുന്നത് കോൺഗ്രസ് പാർട്ടി ഐ ഗ്രൂപ്പ് പൂർണ്ണമായും വിഴുങ്ങുന്നുണ്ട് അല്ലെങ്കിൽ അടക്കി ഭരിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. അതിന്റെ യാഥാർത്ഥ്യം എന്താണ്? എനിക്കറിയില്ല. കോൺഗ്രസ് പാർട്ടിക്കകത്ത് ഒത്തിരി നേതാക്കന്മാരുണ്ട്. ആ നേതാക്കന്മാർക്കൊക്കെ അവരുടേതായ വ്യക്തിത്വമുണ്ട്. അവിടെ വിഴുങ്ങാനോ അല്ലെങ്കിൽ ആർക്കും കോൺഗ്രസ്സിൽ ആരെയും വിഴുങ്ങാൻ പറ്റില്ല. കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ആർക്കും ആരെയും വിഴുങ്ങാൻ പറ്റില്ല. കോൺഗ്രസ് രാഷ്ട്രീയത്തിൻ്റെ മോൾത്തട്ടിൽ നിന്ന് പ്രവർത്തിക്കുന്ന എല്ലാവർക്കും അവരുടേതായ വ്യക്തിത്വമുള്ളവരാണ്, അവരുടേതായ പാരമ്പര്യമുള്ളവരാണ്, അവരുടേതായ കൂട്ടുകെട്ടുള്ളവരാണ്, അവരുടേതായ സുഖത്വലയമുള്ളവരാണ്. അങ്ങനെ ഏതെങ്കിലും ഒരു വ്യക്തി വന്ന് വിഴുങ്ങിപ്പോകുന്നതല്ല കേരളത്തിലെ കോൺഗ്രസിലെ ഒരു നേതാവിനെ. അതെ, തീർച്ചയായിട്ടും. KC വേണുഗോപാൽ സാറിനെ പോലെ അല്ലെങ്കിൽ ബെന്നി ബെഹനാൻ സാറിനെ പോലെ ഷാഫി പറമ്പിലിനെ പോലെ ഇത്തരത്തിൽ ഒരുപാട് മുതിർന്ന നേതാക്കന്മാർ ഇത്തരത്തിൽ കേരളത്തിലെ കോൺഗ്രസിലേക്ക്, കേരളത്തിൽ വന്ന് നിയമസഭയിലേക്ക് മത്സരിക്കണമെന്നും അതുപോലെ തന്നെ നിയമസഭയിൽ മത്സരിച്ച് കേരളത്തിലെ കോൺഗ്രസിനെ മുന്നോട്ട് നയിക്കണമെന്നും ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം കോൺഗ്രസ് പ്രവർത്തകർ അല്ലെങ്കിൽ അണികൾ യഥാർത്ഥത്തിൽ കേരളത്തിലുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷേ നിങ്ങളൊക്കെ തന്നെയും ഈ പറയുന്ന മുതിർന്ന നേതാക്കൾ എല്ലാവരും തന്നെയും ലോക്സഭയിൽ അംഗങ്ങളായി തുടരുന്ന സാഹചര്യത്തിൽ ഇതൊരു നിയമസഭയിലേക്ക് മത്സരിക്കാൻ സാധിക്കാതെ പോകുന്നത് ഒരു നഷ്ടമായി തോന്നുന്നുണ്ടോ? നിയമസഭയിലേക്ക് മത്സരിച്ചുകൊണ്ട് മാത്രമാണ് കേരള രാഷ്ട്രീയത്തിൽ സജീവമായി പ്രവർത്തിക്കാൻ കഴിയുമെന്ന് വിശ്വാസം എനിക്കില്ല. ഇപ്പം അസംബ്ലി തെരഞ്ഞെടുപ്പാണ് നടക്കുന്നത്. ആ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു പാർലമെൻറ്റ് മെമ്പർമാരും അസംബ്ലി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കരുത് എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത്. എൻ്റെ അഭിപ്രായം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഞാനില്ല. അതിൻ്റെ കാരണം എന്താ? നമുക്കറിയാം, ഇന്നിപ്പോൾ കേരളത്തിലെ കോൺഗ്രസ് ഒറ്റക്കെട്ടായി നിന്ന്, UDF ഒറ്റക്കെട്ടായി നിന്ന് പിണറായി വിജയൻ ഗവൺമെൻറ്റിനെ താഴെ ഇറക്കുന്നതിന് വേണ്ടി ശ്രമം നടത്തുകയാണ്. അതിന് കേരളത്തിലെ ജനങ്ങളുടെ ഒരു വലിയ പിന്തുണയുണ്ട്. ആ പിന്തുണയാണ് കഴിഞ്ഞ ലോക്കൽ ബോഡി ഇലക്ഷനിൽ കണ്ടത്. ലോക്കൽ ബോഡി ഇലക്ഷനിൽ ഈ തിളങ്ങുന്ന വിജയം കോൺഗ്രസിനും UDFനും ജനങ്ങൾ നൽകിയത് കേരളത്തിലെ പഞ്ചായത്ത് ആര് ഭരിക്കണം, മുനിസിപ്പാലിറ്റി ആര് ഭരിക്കണം, കോർപ്പറേഷൻ ആര് ഭരിക്കണം, ജില്ലാ പഞ്ചായത്ത് ആര് ഭരിക്കണം, ബ്ലോക്ക് പഞ്ചായത്ത് ആര് ഭരിക്കണം എന്നുകൊണ്ട് മാത്രമല്ല, വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ ഗവൺമെൻറ്റിനെ താഴെ ഇറക്കണം എന്നതാണ് ഈ ഭൂരിപക്ഷം നൽകിയ ജനങ്ങൾ വിശ്വസിക്കുന്നത്. ആ ഉത്തരവാദിത്തമാണ് ഇപ്പോൾ കോൺഗ്രസ് ഏറ്റെടുക്കേണ്ടത്. അതിന് പറ്റുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം കേരളത്തിലുണ്ട്. ആ രാഷ്ട്രീയ സാഹചര്യത്തിൽ നമുക്കറിയാം, ഇന്ന് കോൺഗ്രസ്സിന് നല്ല സ്ഥാനാർത്ഥികളെ കണ്ടെത്തിയാൽ നല്ല ഭൂരിപക്ഷത്തോടു കൂടി വിജയിക്കാൻ കഴിയുന്ന സാഹചര്യം അത് കണ്ടെത്തുക എന്നുള്ളതാണ്. ഇപ്പോൾ MP-മാർക്കൊക്കെ ഒരു പദവിയുണ്ട്. MP-മാരൊക്കെ പാർലമെൻറ്റ് മെമ്പർമാരാണ്. അവർക്ക് അവരുടേതായ ഉത്തരവാദിത്തമുണ്ട്, അവർക്ക് അവരുടേതായ തലങ്ങളുണ്ട്, അവർക്ക് അവരുടേതായ പാർലമെൻ്ററി ജനാധിപത്യത്തിലുള്ള സ്പേസ് ഉണ്ട്. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വരുന്നതെന്ന്? അസംബ്ലി തെരഞ്ഞെടുപ്പ് നടക്കാത്ത എല്ലാവരും അസംബ്ലിയിലേക്ക് വരിക, പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് നടക്കാത്ത എല്ലാവരും പാർലമെൻറ്റിലേക്ക് പോവുക എന്ന് പറയുന്ന ഒരു കീഴ്വഴക്കം പാടില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, ഇപ്പോൾ UDFനും കോൺഗ്രസിനും ജയിക്കാനുള്ള നല്ല സാഹചര്യം ഉള്ളതുകൊണ്ട് ഈ വളരെയേറെ ആളുകൾ, അർഹതയുള്ള MP-മാരെ പോലെ തന്നെ
അല്ലെങ്കിൽ മുതിർന്ന നേതാക്കന്മാരെ പോലെ തന്നെ അർഹതയുള്ള, പാരമ്പര്യമുള്ള, വിജയസാധ്യതയുള്ള ഒട്ടേറെ പ്രവർത്തകർ, നേതാക്കന്മാർ കോൺഗ്രസ്സിലുള്ളതുകൊണ്ട് അവർക്ക് അവസരം കൊടുക്കേണ്ടതാണ്. പിന്നെ രാഷ്ട്രീയത്തിൽ MP ആയതുകൊണ്ട് സംസ്ഥാന രാഷ്ട്രീയത്തിൽ വരാൻ പാടില്ല എന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, MP ആയി പാർലമെന്റിൽ ഇരുന്ന് എത്രയോ കാലം നേതൃത്വം കൊടുത്ത AK ആന്റണിക്ക് കേരള രാഷ്ട്രീയത്തിൽ, കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്ന സാന്നിധ്യവും പ്രാധാന്യവും പ്രസക്തിയും മറ്റാർക്കെങ്കിലും ഉണ്ടായിരുന്നു. പക്ഷേ K കരുണാകരൻ ഇവിടെ നിന്ന് MP ആയിപ്പോയി, അദ്ദേഹം കേന്ദ്രമന്ത്രിയായിപ്പോയി. അദ്ദേഹത്തിന് കേരളത്തിലെ കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ നേതൃത്വത്തിൻ്റെ ഒരു കുറവുണ്ടായിരുന്നില്ല. അപ്പം നേതൃത്വം എന്ന് പറയുന്നത് ഡൽഹി MP ആയാലും MLA ആയാലും നേതൃത്വം എന്ന് പറയുന്നത് ജനങ്ങളോടുള്ള അടുപ്പവും അവരുടെ കാഴ്ചപ്പാടും അവരുടെ പ്രവർത്തന ശൈലിയുമാണ്. അതിനിപ്പോൾ കേരള രാഷ്ട്രീയത്തിലേക്ക് സജീവമാകണമെങ്കിൽ MLA ആകണം എന്നുള്ള ഒരു അഭിപ്രായത്തോട് എനിക്ക് യോജിപ്പുണ്ട്. ഞങ്ങളൊക്കെ ഇപ്പോഴും കേരള രാഷ്ട്രീയത്തിൽ വളരെ സജീവമായി നിൽക്കുന്നവരാണ്. അതെ, തീർച്ചയായിട്ടും. പക്ഷേ ഈ പറയുന്നത് പോലെ 2 MP മത്സരിക്കാൻ സാധ്യതയുണ്ട്. ഷാഫി പറമ്പിലും അതുപോലെ K സുധാകരനും മത്സരിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറയുമ്പോൾ അതോടൊപ്പം തന്നെ ആര് പറയുന്നത്? വരുന്ന വാർത്തകൾ ജനങ്ങളുടെ വരുന്ന വാർത്തകൾ കോൺഗ്രസ് പാർട്ടി അത് തീരുമാനിച്ചിട്ടില്ലല്ലോ. മാധ്യമങ്ങളോട് വരുന്ന വാർത്തകളുടെ അടിസ്ഥാനത്തിൽ കോൺഗ്രസ് തീരുമാനം എടുക്കാൻ പറ്റുമോ? അവർക്ക് ചിലപ്പോൾ ഈ പറയുന്ന ഒരു വ്യക്തികളും കോൺഗ്രസിൻ്റെ ഒരു വേദികളിൽ ഈ പറയുന്ന വ്യക്തികൾ അവരുടെ അഭിപ്രായം പറഞ്ഞിട്ടില്ല. പിന്നെ മാധ്യമങ്ങൾ വരുന്ന വാർത്തകളുടെ പിന്നാലെ പോയി തെരഞ്ഞെടുപ്പ് സമയത്ത് വിവാദം ഉണ്ടാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതെ, തീർച്ചയായിട്ടും. കഴിഞ്ഞ ദിവസം വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ട് പല വേദികളിലും ഇത്തരത്തിൽ പിണറായി വിജയന്റേതാണ് വിഴിഞ്ഞം പദ്ധതി എന്ന് LDF പറഞ്ഞു വെക്കുമ്പോൾ പോലും ഉമ്മൻചാണ്ടിയെ ഓർക്കാതെ പോകുന്ന ആരുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പല വേദികളിലും ഇത് അദ്ദേഹത്തെ വീണ്ടും ഓർമ്മിപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഓരോരുത്തരും ഓരോ കാര്യങ്ങളും പറഞ്ഞു വെക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ പറയുന്ന വിഴിഞ്ഞം പദ്ധതിയുടെ പിതാവ് ഉമ്മൻചാണ്ടിയാണോ അതോ പിണറായി വിജയനാണോ? വല്ല സംശയമുണ്ട്. ഉമ്മൻചാണ്ടി വിഴിഞ്ഞം പദ്ധതിക്കൊരു പിതാവ് ഉണ്ടെങ്കിൽ ആ പിതാവ് സാക്ഷാൽ ഉമ്മൻചാണ്ടിയാണ്. അത് ഉൾക്കൊള്ളാത്ത ഒരേ ഒരാളേ ഉള്ളൂ കേരളത്തിൽ, ബഹുമാനായ പിണറായി വിജയൻ. കേരളത്തിലെ മുഴുവൻ രാഷ്ട്രീയ നേതാക്കന്മാരും പൊതുസമൂഹവും ഉദ്യോഗസ്ഥ വൃന്ദവും എന്നതിനധികം പറയുന്നു, വിഴിഞ്ഞം പദ്ധതി ഇന്ന് നടപ്പാക്കുന്ന അദാനി ഗ്രൂപ്പ് പോലും പരസ്യമായി പറഞ്ഞു ഈ അവസരത്തിൽ നമ്മൾ ഉമ്മൻചാണ്ടി വിസ്മരിക്കാൻ പാടില്ല. വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ തുടക്കത്തിൽ ഞങ്ങളൊക്കെ അന്ന് MLA മാരായിരുന്നവരാണ്. ശ്രീ ഉമ്മൻചാണ്ടിക്കെതിരെ വിഴിഞ്ഞം തുറവുമായി ബന്ധപ്പെട്ട അടിസ്ഥാനപരമായ ആരോപണം ഉന്നയിച്ച് അതിൻ്റെ തറക്കല്ലിടൽ പരിപാടി ബഹിഷ്കരിച്ചവരാണ് മാർക്സിസ്റ്റ് പാർട്ടി. അന്ന് ശ്രീ പിണറായി വിജയനായിരുന്നു മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി. 6000 കോടി രൂപയുടെ പദ്ധതിക്ക് 6000 കോടി രൂപയുടെ കൈക്കൂലി വാങ്ങി അത് റിയൽ എസ്റ്റേറ്റ് ആണെന്ന് പറഞ്ഞു പാർലമെന്റ് നിയമസഭയ്ക്കകത്ത് ആക്ഷേപം ഉന്നയിച്ചവരാണ്, ക്ഷമിക്കണം, അന്നത്തെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ, മാർക്സിസ്റ്റ് പാർട്ടി ഉൾപ്പെടെ. അവർക്കെങ്ങനെ വിഴിഞ്ഞം തുറമുഖത്തിന് അവകാശപ്പെടാൻ കഴിയും? അത്തരമൊക്കെ പറയുന്നത്, ഞാൻ കഥാപാത്രങ്ങളെക്കുറിച്ച് പറയുന്നില്ല, വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ചില കഥാപാത്രങ്ങളുണ്ട്, ആ പേര് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കൂടുതൽ അപമാനകരമായി തോന്നും. ആ കഥാപാത്രങ്ങളെ പോലെയാണ് ഇന്നിപ്പോൾ ബഹുമാനായ ഇതിൻ്റെ ഉമ്മൻചാണ്ടിയെ തമസ്കരിക്കാൻ ശ്രമിക്കുന്നവർ, അതിൻ്റെ ഉടമസ്ഥാവകാശം ഏറ്റെടുക്കാൻ ശ്രമിക്കുന്നവർ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ കഥാപാത്രത്തെ പോലെയാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. അതൊക്കെ ജനങ്ങൾക്കറിയാം. അതുകൊണ്ട് ഉമ്മൻചാണ്ടിയെ മാറ്റി നിർത്തി വിഴിഞ്ഞത്തിനൊരു പിതാവില്ല. തീർച്ചയായിട്ടും. നമുക്കറിയാം കേരള കോൺഗ്രസ് ഇപ്പോൾ കേരളത്തിലെ ജനങ്ങൾ എല്ലാവരും തന്നെയും ഒരു മാറ്റം ആഗ്രഹിച്ചു കഴിഞ്ഞു. ഒരുപക്ഷെ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ പല CPM പ്രവർത്തകരും CPM നേതാക്കളും പോലും ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കേരളത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരുപാട് മുതിർന്ന നേതാക്കന്മാരുണ്ട്. ഈ പറയുന്ന മുതിർന്ന നേതാക്കന്മാരെല്ലാവരും തന്നെയും അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകളെങ്കിലും നിയമസഭാ മത്സരത്തിൽ രംഗത്തേക്ക് വരണമെന്നുള്ളത് യാഥാർത്ഥ്യമല്ലേ? കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപായിരുന്നു MM ഹസൻ പറഞ്ഞത് പാർട്ടി പറഞ്ഞാൽ മത്സരിക്കും എന്നുള്ളത്. അതുപോലെ KC ജോസഫിനെ പോലെയുള്ള നേതാക്കന്മാർ പറയുന്നത് മത്സരിക്കാൻ താല്പര്യമില്ല, ഞങ്ങൾ മത്സരിക്കില്ല എന്നുള്ളതാണ്. ഈ പറയുന്ന 70 75 വയസ്സ് പ്രായമുള്ള നേതാക്കന്മാർ യഥാർത്ഥത്തിൽ നിയമസഭയിലേക്ക് മത്സരിക്കേണ്ടതുണ്ടോ? പ്രായമല്ലല്ലോ മത്സരത്തിൻ്റെ ഒരു ഘടകം. സ്വാഭാവികമായും കോൺഗ്രസ് പാർട്ടിയുടെ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്ന അന്തിമമായി AICCയുടെ ചില നിർദ്ദേശങ്ങൾ, മാനദണ്ഡങ്ങൾ അനുസരിച്ചിട്ടാണ്. ആ മാനദണ്ഡങ്ങൾ AICC ഇതുവരെ ഔദ്യോഗികമായി അറിയിച്ചിട്ടില്ല. അപ്പോൾ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി സംസ്ഥാന നേതൃത്വവുമായി ആലോചിച്ച് തെരഞ്ഞെടുപ്പിലുണ്ടാകേണ്ട ഒരു ജനറൽ സമീപനത്തെക്കുറിച്ച് ഒരു തീരുമാനമെടുക്കും. ആ തീരുമാനമെടുക്കുമ്പോഴാണ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സ്ഥാനാർത്ഥികൾ തീരുമാനിക്കുന്നത്. എല്ലാവരും അർഹരാണ്, എല്ലാവർക്കും സ്ഥാനാർത്ഥികളാകാനുള്ള യോഗ്യതയുണ്ട്. പക്ഷേ അടിസ്ഥാനപരമായി അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ പാർട്ടി മുൻഗണന കൊടുക്കുന്നത് വിജയസാധ്യതയാണ്. പിന്നെ നമുക്കറിയാം, ഒരു സമൂഹത്തിൽ എല്ലാ തലത്തിലുള്ള പ്രാതിനിധ്യ സ്വഭാവം ഉണ്ടാകുന്നത്. അതാണ് കോൺഗ്രസ് എല്ലാ കാലഘട്ടത്തിലും ചെയ്തിരിക്കുന്നത്. കോൺഗ്രസ് ഒരു കൂട്ടായ്മയാണ്. ആ കോൺഗ്രസ് കൂട്ടായ്മയായി പ്രവർത്തിക്കുന്ന കോൺഗ്രസ് സമൂഹത്തിൻ്റെ വ്യത്യസ്ത തലങ്ങളിലുള്ള മുഴുവൻ ആളുകളെയും പ്രായവ്യത്യാസമില്ലാതെ
അതുപോലെ തന്നെ ജെൻഡർ വ്യത്യാസമില്ലാതെ ആളുകളെ സ്ഥാനാർത്ഥികളാക്കുക എന്നത് കോൺഗ്രസിൻ്റെ ഒരു സമീപനമാണ്. അതെ. അതനുസരിച്ചിട്ടൊരു സ്ഥാനാർത്ഥി പട്ടികയുണ്ടാകും. അതിൽ മുതിർന്നവരുണ്ടാകും, പരിചയസമ്പന്നരുണ്ടാകും, നിലവിലുള്ള ആളുകളുണ്ടാകും, അതുപോലെ തന്നെ ചെറുപ്പക്കാരുണ്ടാകും, വനിതകളുണ്ടാകും, മറ്റുള്ള എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും. പക്ഷേ വിജയസാധ്യത മുന്നിൽ നിർത്തിക്കൊണ്ട് പോകുമ്പോൾ ഇതിൽ ഒരുപാട് പേരുടെ മുഖം നോക്കാതെ തീരുമാനമെടുക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് പോയില്ലേ? കാരണം ആ സമയത്ത് അങ്ങനെ ഒരു തീരുമാനമെടുക്കുമ്പോൾ സ്വാഭാവികമായും മുഖമല്ലോ നോക്കുന്നത്, വിജയസാധ്യതയല്ലേ നോക്കുന്നത്. മുഖത്തേക്ക് നോക്കിയല്ലോ സ്ഥാനാർത്ഥികൾ തീരുമാനിക്കുന്നത്. ഓരോരുത്തരുടെയും വിജയസാധ്യത നോക്കും, ഓരോരുത്തരുടെയും അവരുടെ പ്രസക്തി നോക്കും. അങ്ങനെയാണ് തീരുമാനിക്കുന്നത്. പക്ഷെ ഞാൻ ഒന്ന് പറയുന്നു, കോൺഗ്രസ് പാർട്ടി ആയിരിക്കും ഇപ്രാവശ്യം ആദ്യ സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കാൻ പോകുന്നത്. കഴിഞ്ഞ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിന് ശേഷം കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്താ? ഇവിടെ പ്രബലമായ 2 മുന്നണികളാണ്. ഒന്ന് UDF-ഉം ഒന്ന് LDF-ഉം. UDF-ന്റെ അടിത്തറ വലുതാകുന്നു, UDF-ന്റെ കെട്ടുറപ്പ് വലുതാകുന്നു. UDF-ന്റെ കഴിഞ്ഞ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥി നിർണയം എന്ന് പറയുന്നത്, ഘടകക്ഷി ചർച്ച എന്ന് പറയുന്നത് വളരെ എളുപ്പത്തിൽ തീർന്നു. ഈ പ്രാവശ്യം വരാൻ പോകുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിലും UDF-നെ സംബന്ധിച്ചിടത്തോളം ഒരു തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുമില്ല. പക്ഷെ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ UDF ശക്തമാകുന്നു, UDF-ന്റെ അടിത്തറ വലുതാകുന്നു, UDF-ന്റെ ഐക്യം കെട്ടുറപ്പോടുകൂടി മുന്നോട്ട് പോകുമ്പോൾ അപജയമുണ്ടാകുന്നത്, അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്നത്, കല്ലുകടി ഉണ്ടാകുന്നത് LDF-ലാണ്. LDF-ലെ പ്രബലമായ രാഷ്ട്രീയ പാർട്ടികൾ പോലും ഈ തെരഞ്ഞെടുപ്പിന് ശേഷവും അഭിപ്രായ വ്യത്യാസത്തിലാണ്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ സമീപനം, BJP-യുമായുള്ള ബന്ധം, ആ ബന്ധത്തിലുള്ള അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഇന്നും ചർച്ച നടക്കുന്നതും അഭിപ്രായ വ്യത്യാസങ്ങൾ പ്രകടമായിക്കൊണ്ടിരിക്കുന്നതും ഇടതുപക്ഷ മുന്നണിയിലാണ്. അതുകൊണ്ട് ഇടതുപക്ഷ മുന്നണി തകർച്ചയുടെ വക്കത്താണ്. ഇടതുപക്ഷ മുന്നണിയിൽ ആശയക്കുഴപ്പമുണ്ട്. UDF-ൽ ഒരു ആശയക്കുഴപ്പമില്ല, കോൺഗ്രസിൽ ഒരു ആശയക്കുഴപ്പമില്ല.